നമസ്തേ. സോഷ്യൽ മീഡിയയിൽ പുതിയൊരു വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അവതാരികയും മാധ്യമപ്രവർത്തകയുമായ രഞ്ജിനി ഹരിദാസ് നടത്തിയ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അഫ്സാരി സാഹിബ് എന്ന മുസ്ലിം പണ്ഡിതന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഏതാണ് പൊട്ടൻ എന്ന പരാമർശമാണ് രഞ്ജിനി ഹരിദാസ് നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും ചർച്ചകളും ഉയർന്നിരിക്കുകയാണ്. രഞ്ജിനിയുടെ ഈ പ്രതികരണം അനാവശ്യവും കടുത്തതുമാണെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുമ്പോൾ അവർ പ്രതികരിച്ച വീഡിയോയിലെ പരാമർശങ്ങളും അത്ര തന്നെ വിവാദപരമാണെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ നിലപാട്. അതേസമയം രഞ്ജിനി ഹരിദാസ് വിമർശിച്ച അഫ്സാരി സാഹിബ് പറഞ്ഞത് എന്താണെന്ന ചർച്ചയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. വീഡിയോയിൽ പ്രസ്താവന നടത്തിയ അഫ്സാരി സാഹിബ് സ്ത്രീകളുടെ ഭരണപരമായ പങ്കാളിത്തത്തെയും ജനസംഖ്യ വളർച്ചയെയും കുറിച്ചായിരുന്നു അഭിപ്രായം പ്രകടിപ്പിച്ചത്. സ്ത്രീകൾക്ക് കൂടുതൽ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകുകയാണെങ്കിൽ കുടുംബകാര്യങ്ങളിലും കുട്ടികളുടെ പരിപാലനത്തിലും വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അതുവഴി പ്രസവ നിരക്ക് കുറയാൻ സാധ്യതയുണ്ടെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കുഞ്ഞുങ്ങളെ വളർത്തുക, സ്കൂളിലേക്ക് അയക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ സ്ത്രീകൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും അഫ്സാരി സാഹിബ് വീഡിയോയിൽ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ജനസംഖ്യാക്കുറവ് നേരിടുന്ന രാജ്യങ്ങളായ റഷ്യ, ചൈന, നോർത്ത് കൊറിയ തുടങ്ങിയവയുടെ സാഹചര്യവും അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ സ്ത്രീകളോട് കൂടുതൽ കുട്ടികളെ പ്രസവിക്കണമെന്ന് പറഞ്ഞുവെന്ന പരാമർശവും അദ്ദേഹം നടത്തിയതായി വീഡിയോയിൽ കാണാം. ഈ അഭിപ്രായങ്ങളാണ് പിന്നീട് വ്യാപകമായ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായത്. ഇതിനിടെയാണ് രഞ്ജിനി ഹരിദാസ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. എന്നാൽ ഈ പ്രതികരണം യുക്തിസഹമായ വിമർശനത്തിന്റെ പരിധി വിട്ടുപോയോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പറയുന്നത് അഭിപ്രായത്തോട് വിയോജിക്കാം, എന്നാൽ വ്യക്തിപരമായ അധിക്ഷേപം ജനാധിപത്യ സംവാദത്തിന് ഗുണകരമല്ല എന്നതാണ്. മറുവശത്ത് സ്ത്രീകളെ കുറിച്ചുള്ള ഇത്തരം പൊതുവായ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സ്വാഭാവികമാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ഇതിനൊപ്പം അഭിപ്രായ സ്വാതന്ത്ര്യവും സാമൂഹിക ഉത്തരവാദിത്വവും തമ്മിലുള്ള അതിരുകൾ എവിടെയാണെന്ന ചർച്ചയും വീണ്ടും സജീവമായിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ നടത്തുന്ന പരാമർശങ്ങൾ എത്രത്തോളം വിമർശിക്കപ്പെടാം? വിമർശനം വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ പരിധി എന്താണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപക്ഷത്തു നിന്നും കൂടുതൽ വിശദീകരണങ്ങളോ പ്രതികരണങ്ങളോ വരുമോ എന്ന് കാത്തിരിക്കുകയാണ്